Hi, good afternoon, all of you. ഇനി ക്ലാസ് ഉണ്ട്, ക്ലാസ് തുടങ്ങാൻ പോവാണ്. രേഷ്മ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്നത്. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധിയായിട്ടുള്ള സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ടീച്ചർമാര് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ നിങ്ങളുടെ ബാച്ചിൽ മാത്രം ഇൻട്രൊഡക്ഷൻ ക്ലാസ്, നോൺ അക്കാദമിക് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തു തരാനായി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പറ്റിയിട്ടുള്ള ചെറിയൊരു പ്രശ്നമായിരുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്, അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ എന്തൊക്കെയാണ് സംശയങ്ങൾ? നമ്മുടെ മുന്നിൽ പരിമിതമായ സമയമാണുള്ളത്, 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. അപ്പോ നിങ്ങൾ ഓരോരുത്തരായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ എന്ന് ചോദിച്ചാൽ ആ ഭാഗങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് വിശദീകരിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോ സംശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. എന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദിക്കുക. ഒരാളെ ചോദിച്ചാൽ അതേ സംശയം തന്നെ വീണ്ടും രണ്ടാമത് ചോദിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ? ഓക്കെ, റൈറ്റ്, നമുക്ക് തുടങ്ങാം. അപ്പോ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ യെസ്, അശ്വതിയുടെ ഒരു സംശയം വന്നിട്ടുണ്ട്. ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ? സംശയമല്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഹായ് സാർ, ഐ ആം നിഖില. എക്സാം പ്രൊസീജിയർ ഒന്ന് കറക്റ്റ് ആയി പറയാം. എക്സാമിനെ സംബന്ധിച്ചിട്ടാണ് സംശയം. എക്സാമിനെ സംബന്ധിച്ചിട്ട് എക്സാം നമുക്ക് 2 തരത്തിലുള്ള എക്സാമുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾ തീരുന്ന സമയത്ത്, ഫസ്റ്റും സെക്കൻഡും കൂടി ചേർത്തിട്ട് ഒരു എക്സാം ഉണ്ടാകും. ആ എക്സാം മൊഡ്യൂൾ എക്സാം ആണ്. 100 മാർക്കിലായിരിക്കും ആ എക്സാം ഉണ്ടാവുക. ആ എക്സാമിന്റെ അകത്ത് 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 1 മാർക്ക് വീതമുള്ള 100 ചോദ്യങ്ങൾ. 50 മിനിറ്റ് ആയിരിക്കും എക്സാമിന്റെ സമയപരിധി എന്ന് പറയുന്നത്. 50 മിനിറ്റ് സമയദൈർഘ്യത്തിലാണ് ഈ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എക്സാം ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ, തൊഴിലിടത്തിലിരുന്നോ, എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായി സാധിക്കും. എക്സാം ഓൺലൈൻ ആയിരിക്കും. ഇത് കഴിഞ്ഞ് 3-4 മൊഡ്യൂളുകൾ കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമക്കാർക്കുള്ള 2ാമത്തെ മൊഡ്യൂൾ എക്സാം ഉണ്ടാകും. 2ാമത്തെ മൊഡ്യൂൾ എക്സാം 3-4 മൊഡ്യൂളുകൾ ഒരുമിച്ച് ചേർത്ത് ഉള്ള ഒരു എക്സാം ആയിരിക്കും. അതും 50 മിനിറ്റ് സമയദൈർഘ്യത്തിൽ 100 മാർക്കിന്റെ ഒരു എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്ത് അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഈ 2 എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇത് 2 എക്സാമുകളും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എക്സാം ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് പഠിച്ച പാഠഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി, അക്കാദമിക് വിഷയങ്ങളിൽ ആഴത്തിലുള്ള അവഗാഹം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3ാമത്തേത് നിങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷാ രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന്, അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ 2
എക്സാമുകൾ, മൊഡ്യൂൾ എക്സാമുകൾ കഴിഞ്ഞാൽ അടുത്തത് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാമിന് മുമ്പായിട്ട് ഒരു സ്റ്റഡി ലീവ് ഉണ്ടായിരിക്കും. സ്റ്റഡി ലീവിന് ശേഷമായിരിക്കും മെയിൻ എക്സാം ഉണ്ടായിരിക്കുക. മെയിൻ എക്സാമിനകത്ത് 4 ദിവസക്കാലങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. ഓരോ ദിവസവും ഓരോ മൊഡ്യൂൾ വീതം, ഒരു ദിവസം ഒരു മൊഡ്യൂൾ വീതം 4 ദിവസം. ആദ്യത്തെ മൊഡ്യൂൾ 1 ആദ്യത്തെ ദിവസത്തെ എക്സാം, മൊഡ്യൂൾ 2 രണ്ടാം ദിവസത്തെ എക്സാം, മൊഡ്യൂൾ 3 മൂന്നാമത്തെയും, മൊഡ്യൂൾ 4 നാലാമത്തെ ദിവസത്തെയും എക്സാം ആയിട്ടായിരിക്കും നടക്കുക. ഒരു മൊഡ്യൂൾ ഒരു ദിവസമായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അതിന്റെ മാർക്ക് 60 മാർക്കായിരിക്കും. 60 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 50 മിനിറ്റ് ആയിരിക്കും അതിന്റെയും സമയത്തായിരിക്കും. എന്നാൽ ആ എക്സാം നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല നടത്തുന്നത്, പകരം സർട്ടിഫിക്കേഷൻ കൗൺസിൽ ആയിരിക്കും. ആ എക്സാമിനകത്ത് നമ്മുടെ ഇൻവിജിലേറ്റർമാരെ കൂടാതെ RSDCA, അതാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ കൗൺസിൽ, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. RSDCA-യുടെ ഒരു ഷാഡോ ഇൻവിജിലേറ്ററും STC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡയുടെ മറ്റൊരു ഷാഡോ ഇൻവിജിലേറ്ററും കൂടിയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാം ലൈവ് വീഡിയോ സ്ട്രീമിംഗ് റെക്കോർഡഡ് ആയിരിക്കും. റെക്കോർഡഡ് ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോ പരിശോധിച്ചതിന് ശേഷമാണ് എക്സാം കൗൺസിൽ അതിന്റെ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ഇട്ടതിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ, തൊഴിലിടത്തിൽ നിന്ന് എക്സാം എഴുതുമ്പോൾ, നിങ്ങളുടെ മാനേഴ്സത്തിൽ, നിങ്ങളുടെ ഐ കോണ്ടാക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികൾ നിങ്ങൾ ഓൺലൈൻ എക്സാമിൽ അവലംബിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ എക്സാം റിജക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവണതകൾക്ക് നമ്മുടെ ഒരു വിദ്യാർത്ഥികളും മുതിരാനായിട്ട് പാടില്ല. ഏതെങ്കിലും സമയക്കുറവ് കൊണ്ട് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയക്കുറവ് കൊണ്ട് റെക്കോർഡ് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, മെയിൻ എക്സാമിന് വരുന്ന 100% ചോദ്യങ്ങളും വരുന്നത് ഗൈഡിൽ നിന്നായിരിക്കും. 100% ചോദ്യങ്ങളും. സമയക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഗൈഡ് മാത്രം പഠിച്ചാൽ പരീക്ഷയ്ക്ക് 100% മാർക്ക് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് നേടുവാനായി സാധിക്കും. എന്നാൽ മൊഡ്യൂൾ എക്സാം രണ്ടിന്റെയും ചോദ്യങ്ങൾ പൂർണ്ണമായും ഗൈഡിൽ നിന്നായിരിക്കുകയില്ല. എക്സാം നടക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളിപ്പോ മോക്ക് ടെസ്റ്റിനകത്ത് എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടല്ലോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ടക്ക് പറഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ എക്സാം അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഒരു തരത്തിലുള്ള ആശങ്കയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടതില്ല. എക്സാം എഴുതുന്ന സമയത്ത് നെറ്റ് ഇഷ്യൂ ഉള്ള ആളുകൾ, ചിലപ്പോ ഫോറസ്റ്റ് ഏരിയ, അതുപോലെ തന്നെ റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉള്ള കുറെ പ്രദേശങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളവര് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയോ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയില് ചെന്നിരുന്നോ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ വൈഫൈയുടെ സേവനം സ്വീകരിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നിഖില സ്റ്റെബിന്റെ കഴിഞ്ഞിട്ട് ഗായത്രി ആശിഷിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. സാർ, ഞാൻ ഗായത്രി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് പറയാം. സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാം. സാർ, ഞാൻ നീതു എക്സാം പാസ്സാകാൻ മാർക്ക് എത്ര വേണം? നീതു എന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഹൂ ഇസ് നീതു? നീതു കഹാം ഹേ? ഇവിടെ ഉണ്ടോ? ഓൺലൈനിൽ ഉണ്ടോ നീതു? നീതു ഇസ് ദർ? ഓക്കെ, നീതു ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാലേ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് വലിയ തുകക്കാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും ചെറിയ തുകക്കാണ്. ആ ചെറിയ തുകക്ക് പഠിപ്പിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ കണ്ടിട്ടോ, നിങ്ങളുടെ ഒരു ഫ്രണ്ടോ നാത്തൂനോ സുഹൃത്തോ ഒരു ബന്ധുവോ ആരെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾ സ്മാർട്ട് സ്റ്റഡിയുടെ കോഴ്സിന് ചേർന്നിട്ടുണ്ടാകുക. ആദ്യമായി നിങ്ങൾ ഈ പോസ്റ്റർ കണ്ട സമയത്ത് നിങ്ങൾക്ക്
ഉള്ളിൽ ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ഒന്ന് പറയാം? 7,000 രൂപക്ക് അല്ലെങ്കിൽ 6,000 രൂപയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നു. ഇന്ന് ഉള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോൾ 60,000-നും 80,000-നും 35,000-നും 40,000-നുമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ 6,000-7,000 രൂപയ്ക്ക് നിങ്ങൾ കോഴ്സ് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ആ പോസ്റ്റർ കണ്ടപ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്താ? കമോൺ 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 ഒന്ന് പറഞ്ഞേ. യെസ്, ഫേക്ക് ഉണ്ടായിപ്പാണ്. യെസ് യെസ്, താങ്ക് യു താങ്ക് യു. എനിക്കൊരു ദിവസവും ഏറ്റവും പുതിയ കോള് വരും. എന്തിനാണ് കോള് വന്നിട്ട് ആരും സംസാരിച്ചു തുടങ്ങുന്നത് കറക്റ്റ് ആയിട്ടാണോ? ഞാൻ കുത്തി കുത്തി ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും നമ്മൾ തട്ടിപ്പുകാരാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ട് കുത്തി 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്റെ മലപ്പുറത്ത് നിന്നാണ്, അത് മോണ്ടിസോറി ക്ലാസ്സിലാണ്. മോണ്ടിസോറിയുടെ PG ഞങ്ങൾ പഠിപ്പിക്കുന്നത് 12,000 രൂപയ്ക്കാണ്, പുറത്ത് 60,000 രൂപയാണ്. മലപ്പുറത്ത് നിന്ന് ഒരു CI, ആ സാറിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാറിന്റെ വൈഫിന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് സാറ് വിളിച്ചാക്കാണ്. സാറ് വിളിച്ച്, സാറ് ഇവിടെ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് പാലിയം സമരം നടന്നിട്ടുള്ള സ്ഥലം അവിടെയാണ്, എറണാകുളം ജില്ല. അവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡിൽ നിന്ന് ഈ വിവരം കൈമാറി. സ്പെഷ്യൽ സ്ക്വാഡിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനോട് അന്വേഷിക്കാൻ വേണ്ടി വന്നേക്കാണ്. എവിടെ? നമ്മുടെ ഓഫീസിൽ വന്നേക്കാണ്. കാരണം 60,000 രൂപ പഠിപ്പിക്കുന്ന കോഴ്സ് 11,000 രൂപ 11,000 പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും അത് തട്ടിപ്പാണെന്നല്ല വിചാരിക്കും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കണ്ടപ്പോൾ 10-100 പേര് ജീവനക്കാര് തന്നെ വർക്ക് ചെയ്യും. നമ്മളിവിടെ വരുമ്പോൾ എല്ലാ ഓഫീസിന്റെയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാറായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ജയദേവ് നിങ്ങൾ ചെയ്തിട്ട് മഹത്തായ ഒരു പുണ്യ പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പോയി. ഞാൻ സാറേ അതിന്റെ ഒരു റിഗ്രഷൻ പിന്നീട് വിളിച്ച് പറഞ്ഞു. ഓക്കെ, സ്വാഭാവികമായും ആരും അങ്ങനെ വിചാരിക്കുള്ളൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കോഴ്സ് 1,25,000 രൂപയാണ്. 1,25,000 rupees ആണ് ഫീസ്. നമ്മ പഠിപ്പിക്കുന്നത് 12,000 rupees ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ ഫേക്ക് ആണ് എന്ന് തോന്നും. ഫേക്ക് ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഈ രണ്ടിന്റെ മറുപടിയാണ് പറയുന്നത്. ഏതിന്റെ? സർട്ടിഫിക്കറ്റിന്റെ കാര്യം. സർട്ടിഫിക്കറ്റിന്റെ കാര്യവും പിന്നെ എക്സാമിന് മിനിമം മാർക്ക് എത്ര വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ നമ്മളിങ്ങനെ ഈ കോഴ്സിങ്ങനെ കുറഞ്ഞ പൈസക്ക് കൊടുക്കുമ്പോ പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഫേക്ക് അല്ലാന്ന് ബോധ്യപ്പെട്ടു. പിന്നെ തോന്നുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക്? കമോൺ, ഫേക്ക് അല്ലാന്ന്. നല്ല ക്ലാസ്സുകളുടെ ടീച്ചർമാര് അത്രയും അഗ്രസീവായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നു. കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കിൽ കോഴ്സുകൾക്ക് കൊടുക്കാത്ത പോലെ മോക്ക് ടെസ്റ്റുകൾ തരുന്നു. എല്ലാ സംശയങ്ങൾക്കും കൃത്യമായി ദൂരീകരണം നടത്തുന്നു. ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാരാണ് ക്ലാസ് എടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഫേക്ക് അല്ല, ക്ലാസ് ഫേക്ക് അല്ല എന്ന് മനസ്സിലായി. അടുത്ത കാര്യം എന്താണ്? പിന്നെ ക്ലാസ് ഫേക്ക് അല്ലെങ്കിൽ പിന്നെ അടുത്തത് സംശയം വരാൻ സാധ്യതയുള്ള എന്താണ്? കമോൺ പറഞ്ഞേ. സർട്ടിഫിക്കറ്റ് വാല്യൂ. യെസ് യെസ്. പ്ലേസ്മെന്റ്. യെസ്, പ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റ് വാല്യൂ. യെസ് യെസ്, ബസ് ബസ് ഞാൻ പറയാം. അടുത്തത് സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള സംശയമാണ്. സർട്ടിഫിക്കറ്റ് ചീഞ്ഞ സർട്ടിഫിക്കറ്റ് ആയിരിക്കോ തരാൻ പോണത്? ഇത്രയും കുറഞ്ഞ പൈസക്കാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു ഗുണമില്ലാത്തൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറുക്ക് കൊണ്ട് തിന്നാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതാണോ എന്നുള്ള ഒരു സംശയമാണ് പിന്നെ അടുത്തത് വരുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഞാൻ ഈ ക്ലാസ് പെട്ടെന്ന് സംശയങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷെ ലക്ഷണം കണ്ടിട്ട് പെട്ടെന്ന് തീരുന്ന ലക്ഷണമില്ല. ഓക്കെ, അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തില് ഇന്ത്യക്കകത്ത് നാഷണൽ ലെവലിലുള്ള വിരലിലുണ്ടാവുന്ന കുറച്ച് സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സിനോടൊപ്പം നമ്മൾ 2 സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 സർട്ടിഫിക്കറ്റ്. ഒന്നാമത്തേത് നാഷണൽ ലെവലിലുള്ള RSBCA സർട്ടിഫിക്കറ്റ്. നാഷണൽ ലെവലിൽ ദേശീയ തലത്തിലുള്ള RSBCA സർട്ടിഫിക്കറ്റ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത് ഓപ്ഷണലാണ്. എല്ലാവരും വാങ്ങണമെന്നും നിർബന്ധമില്ല. എല്ലാവരും വാങ്ങണമെന്നും നിർബന്ധമില്ല. ഒരു സെക്കൻഡ്.
അപ്പോ പിന്നെ പറഞ്ഞു വന്നത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. ഒന്ന് നാഷണൽ ലെവലിലുള്ള RSDCA സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് SDC കാനഡ, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡയുടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. അത് എല്ലാവരും വാങ്ങണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതിയാകും. ആവശ്യം ഉള്ളവർ ആരൊക്കെയാണോ അവര് മാത്രം വാങ്ങിയാൽ മതിയാകും. RSDCA സർട്ടിഫിക്കറ്റിന് 6 ഫീച്ചേഴ്സാണ് ഉള്ളത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വേറെ ഒരു 3-4 സർട്ടിഫിക്കേഷൻ കൗൺസിലുകൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പേര് ഓർമ്മയിലുണ്ടോ? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പേരുകൾ ഉണ്ടോ? ഇല്ല. യെസ്, ഞാൻ പറയാം. BSS നിങ്ങൾ മറന്നുപോയതായിരിക്കുള്ളൂ. BSS, ഭാരത് സേവക് സമാജ്, അത് കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ കൗൺസിലുകളിൽ ഒരാളാണ്. ആദ്യം മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താലുണ്ടായിരിക്കും. ഞാൻ തന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒന്ന് RSDC, അതില് ഒരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഭാരത് സേവക് സമാജ് BSS. രണ്ടാമത്തേത് HCERT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. മൂന്നാമത്തെ ഒരു സ്ഥാപനമാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ് RSDCA. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തെ പ്രത്യേകതയാണ് അതിന്റെ ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ QR കോഡ് സ്കാൻ ചെയ്യുമല്ലോ, അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടായിരിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്റെ മുന്നിൽ അങ്ങനെ കാണുന്ന 2-3 പേരുകൾ: രോഹിണി, ഋതു, ജയരാജ്, ഗായത്രി, ലക്ഷ്മി. നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒരു എംപ്ലോയർക്ക് കൊണ്ട് കൊടുക്കും. എംപ്ലോയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊഴിൽ തരുന്നയാൾ തൊഴിൽദാതാവ്. ആ തൊഴിൽദാതാവിന്റെ മുന്നിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇത് കൊടുക്കുന്നത് ഓസ്ട്രേലിയയിലാണെന്ന് വിചാരിക്കാം, ആഫ്രിക്കയിലാണെന്ന് വിചാരിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ എംപ്ലോയർക്ക് അദ്ദേഹത്തിന്റെ ഫോണിലെ സ്കാനർ എടുത്ത് ഈ സർട്ടിഫിക്കറ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ഇത് നേരെ RSDCA വെബ്സൈറ്റിലേക്ക് വരും. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്ക് വരും. ആ വെബ്സൈറ്റിൽ കയറിയാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സീരിയൽ നമ്പർ അടിച്ചു കൊടുത്താൽ രോഹിണിയുടെ മനോഹരമായ ഒരു ഫോട്ടോ, ഋതുവിന്റെ മനോഹരമായ ഒരു ഫോട്ടോ, ഏത് സമയത്താണ് നിങ്ങൾ ക്ലാസ്സുകൾ നടത്തിയത്, എത്ര നാളായിരുന്നു നിങ്ങളുടെ ക്ലാസ്സുകൾ, അതേത് സമയത്തായിരുന്നു, അതിന്റെ സിലബസ് എന്തൊക്കെയാണ്, ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള A to Z വിവരങ്ങൾ ആ സർട്ടിഫിക്കറ്റിനകത്ത് ലഭ്യമാകും. അപ്പോ ഓൺലൈനിൽ കൂടി തന്നെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആർക്കും എപ്പോ വേണമെന്നുണ്ടെങ്കിലും പരിശോധിക്കാനുള്ള സംവിധാനം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയിലെ പൗരന്മാർ അവര് വിദേശത്തേക്ക് ടൂർ പോകുകയോ ജോലിക്ക് പോകുകയോ പഠിക്കാൻ പോവുകയോ വിദേശത്തേക്ക് എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഇന്ത്യയിലെ പൗരന്മാരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എംബസി, ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. നാലാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ SSLCയും +2ഉം ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ സമയത്ത് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമല്ലോ, അതുപോലെ നിങ്ങൾക്ക്
പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. UAE അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSPCA സർട്ടിഫിക്കറ്റ്. ഇത്രയും സവിശേഷതകളുള്ള ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ കോഴ്സിനോടൊപ്പമായി നിങ്ങൾക്ക് തരുന്നത്. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രത്യേകമായി യാതൊരു ഫീസും നിങ്ങൾ അടക്കേണ്ടതില്ല. അത് കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ SDC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ സ്കിൽ കോഴ്സുകൾക്ക് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പ്രീമിയം കോഴ്സുകളായിട്ടാണ് പരിഗണിക്കുന്നത്. ആ കോഴ്സുകൾ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കും. അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ തരുന്നത്. വിദേശങ്ങളിൽ ജോലി നോക്കുന്നവര് നിർബന്ധമായും SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ ഒരു പേയ്മെന്റ് ഉണ്ട്. അത് ഇപ്പടക്കേണ്ടതില്ല. എക്സാമിന്റെ സമയത്ത് അടച്ചാൽ മതിയാകും. അത് ആവശ്യമുള്ളവർ മാത്രം അടച്ചാൽ മതിയാകും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാവിയിലേക്ക് ആവശ്യം വരും എന്ന് കരുതുന്നവർ ഇപ്പോൾ തന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതുണ്ട്. പിന്നീട് ആ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ നിങ്ങളുടെ കോഴ്സ് ഇപ്പോൾ ഇന്നാണ് കഴിയുന്നത് വിചാരിക്കുക, 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുകയില്ല. എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ എക്സാമിന്റെ സമയത്ത് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നീതു ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കാണ്. ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആയിട്ടുള്ള ഇത്രയും അധ്യാപകർ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഗൈഡ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ തരുന്നു. എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനാണ്. ഞങ്ങൾക്കറിയാം ഈ ക്ലാസ് നീതുവിന്റെ ആശങ്ക എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം പൂത്തുമ്പികളെ പോലെ പാറി നടന്നിരുന്ന കുറെ പെൺകൊച്ചുങ്ങളെ ചെറിയ പ്രായത്തേക്ക് പിടിച്ച് കല്യാണം കഴിച്ച് വിട്ടു. പൂത്തുമ്പിളി 2 ചെറുക്കം കല്യാണം കഴിച്ചുകൂടി കട്ടായി പോയി. ഉത്തരവാദിത്തങ്ങളുടെ ഒരു മഹാപർവത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. കുറെ നാൾ വീടിനകത്ത് അടച്ചിടേണ്ടി വന്നു. ഉത്തരവാദിത്തങ്ങളുടെ വലിയ ഭാണ്ഡം. 1ാമത്തെ ഡെലിവറി, 2ാമത്തെ ഡെലിവറി, അമ്മയൊക്കെ പാടില്ല. അങ്ങനെ ഏറെക്കുറെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലായിരിക്കും ഒരു പക്ഷേ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പലരും കടന്നു വന്നിട്ടുള്ളൂ. അപ്പൊ എന്തിനെങ്കിലും മിനിമം മാർക്ക് മേടിച്ച് പാസ്സായാൽ മതി എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം കൂടി ഈ ക്ലാസ്സിനകത്ത് ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ ഇട്ടു തരുന്നത്. നിങ്ങളുടെ ആശങ്ക ഞങ്ങള് മനസ്സിലാക്കുന്നു എന്നുള്ള എന്റെ പേരില്ല. കേരളത്തിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും സ്കിൽ കോഴ്സുകൾക്ക് മോക്ക് ടെസ്റ്റുകൾ കൊടുക്കാറില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ തരുന്നത്. മിനിമം മാർക്കിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വേവനാതിപ്പെടുകയേ വേണ്ട. നിങ്ങൾ ആകാശത്തോളം സ്വപ്നം കാണും. അപ്പൊ നിങ്ങൾക്ക് കുന്തോളം കിട്ടും. എന്താണ് മിനിമം? എന്തായാലും നിങ്ങൾ സ്വപ്നം കാണുകയാണ്. മിനിമം മാർക്കിലോട്ടാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. എന്തായാലും സ്വപ്നമല്ലേ, വല്ല ചെലവുണ്ട? ഒരു ചെലവില്ലല്ല. അപ്പൊ നിങ്ങൾക്ക് 100 മാർക്ക് വാങ്ങുന്നതായി സ്വപ്നം കണ്ടൂടെ? എന്തിനാണ് ഈ 35 മാർക്ക് വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണുന്നത്? 100 മാർക്ക് വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണുക. 100 മാർക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ അടിയുറച്ചാണ് വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അത് നേടാനായിട്ട് പറ്റും. ഓക്കെ, എനിക്കത് പറയാനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ കുറെ മോട്ടിവേഷൻ കഥകളൊക്കെ പറഞ്ഞ് അത് പൊലിപ്പിച്ചിട്ടേ പോകുള്ളായിരുന്നു. സമയപരിമിതി ഉണ്ട് നിങ്ങൾക്കും എനിക്കും. ഓക്കെ, അപ്പോ നീതു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉജ്ജ്വലമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക, ഉജ്ജ്വലമായി തീവ്രമായി ആഗ്രഹിക്കുക, ആ ആഗ്രഹത്തിന് എല്ലായ്പ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഒരു നിമിഷം, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനകത്ത് നേടിയ വലിയ വിജയത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ഭർത്താവിന്റെ കൈപിടിച്ച്, അച്ഛന്റെ കൈപിടിച്ച്, സഹോദരന്റെ കൈപിടിച്ച് വിജയം ലഭിക്കുന്ന കണ്ണുകളോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് വലിയൊരു വേദിയിൽ നിന്നുകൊണ്ട് കോൺവെക്കേഷൻ യൂണിഫോം ഒക്കെ നിന്നിട്ട് ഫസ്റ്റ് ടോപ്പറിന്റെ ട്രോഫി വാങ്ങുന്നത്, ആ ഷീൽഡ് വാങ്ങുന്നത്, ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോ പൂത്തിരികളാകെ കത്തുന്നത്, നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് സ്വപ്നം കണ്ടു നോക്കുന്നത് വെറുതെ. എന്തായാലും നിങ്ങൾ പഠിക്കാനല്ല,
അപ്പൊ പിന്നെ പാസ് മാർക്കിന് വേണ്ടി പഠിക്കാതെ ടോപ്പർ മാർക്കിന് വേണ്ടി പഠിക്കുന്നേ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. എക്സാമിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, കൂട്ടിച്ചേർക്കട്ടെ. എക്സാം 60 മാർക്കിലാണെന്ന് പറഞ്ഞല്ലോ. ഒരു സബ്ജക്റ്റിൽ 60 മാർക്കാണ്. അതിനോടൊപ്പം 40 മാർക്ക് ഇന്ത്യയിലെ മാർക്കുണ്ട്. ഓരോ വിഷയവും 100 മാർക്കിലായിരിക്കും. 60 മാർക്ക് നിങ്ങൾക്ക് അക്കാദമിക് മാർക്കും 40 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്കും ഉണ്ടാവും. ഇന്ത്യയിലെ മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലോ ക്ലാസ്സിൽ പെർഫോമൻസ് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും കണ്ടോ, അങ്ങനെ ഒന്നും ധരിക്കുക വേണ്ട. മെയിൻ എക്സാമിനകത്ത് നിങ്ങൾ 60 മാർക്കിൽ 30 മാർക്ക് മേടിച്ചാൽ, അതായത് 60 മാർക്കിന്റെ 50% മാർക്ക് നിങ്ങൾ മേടിച്ചാൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യയിലെ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ് മൊത്തം ഒരു സബ്ജക്റ്റിന്. ആ 40 മാർക്കിന്റെ 50%, അതായത് 20 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്ലിയർ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? 40 മാർക്കിന്റെ പകുതി നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് കിട്ടും. അങ്ങനെ 100 മാർക്കിൽ 400 മാർക്ക്, 400 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? 400 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ മാർക്ക് വരുന്നത്. ഓക്കെ, 35 മാർക്കാണ് 100-ൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. 35 മാർക്ക് ആകെ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഇന്ത്യൻ മാർക്കും മെയിൻ എക്സാം അക്കാദമിക് മാർക്കോട് കൂട്ടിച്ചേർത്തതിന് 35 മാർക്ക് കിട്ടിയാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് പിന്നെ എവിടെയായിരുന്നു നമ്മൾ നിർത്തിയത്? ആദ്യം കുറെ ഡൗട്ട്സ് ആയിരുന്നു, ഇത്രയും കുറവിന്. ഓക്കെ, അത് കഴിഞ്ഞു. പ്ലേസ്മെന്റ് ഞാൻ പറയാം കേട്ടോ. പ്ലേസ്മെന്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു. സാർ, ഐ ആം ശാന്തി. അപ്പോ PG കോഴ്സ് എടുത്തവരും ഡിപ്ലോമ ഈ വരുന്ന ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയോ? വേറെ PG എക്സാം ആണെന്ന് പറയാം. ഈ കോഴ്സിനകത്ത്, ഈ ക്ലാസ്സിനകത്ത് 2 തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്, 2 കോഴ്സിലുള്ള വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് ഡിപ്ലോമ വിദ്യാർത്ഥികൾ, 2 PG വിദ്യാർത്ഥികൾ. ഡിപ്ലോമയുടെയും PGയുടെയും ആദ്യത്തെ 4 മൊഡ്യൂളുകൾ ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഡിപ്ലോമക്കാരുടെ ഒപ്പം തന്നെയാണ് ഇപ്പോ PG വിദ്യാർത്ഥികളുടെയും ക്ലാസ്. ആദ്യത്തെ 6 മാസക്കാലം. ആദ്യത്തെ 6 മാസക്കാലം കൊണ്ട് 4 മൊഡ്യൂളുകൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർക്ക് ഡിപ്ലോമയുടെ എക്സാം ഉണ്ടാവും. PG എടുത്തിട്ടുള്ളവരും ഡിപ്ലോമക്കാരുടെ ഒപ്പം ആദ്യത്തെ 4 മൊഡ്യൂളിന്റെ എക്സാം എഴുതണം. അത് പഠിച്ചു കഴിഞ്ഞു, ആ പെട്ടി അടച്ചു വെക്കാം. അത് കഴിഞ്ഞു. അടുത്തത് 4 മാസക്കാലം കൊണ്ട്, ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള 4 മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് PGയുടെ മൊഡ്യൂളുകൾ 5, 6, 7 3 മൊഡ്യൂളാണ് ഉള്ളത്. ആ 3 മൊഡ്യൂളുകളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ 5, 6, 7ന്റെ ഒരുമിച്ചുള്ള ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അതിനുശേഷം ചെറിയൊരു സ്റ്റഡി ലീവ്. അത് കഴിഞ്ഞ് 3 ദിവസക്കാലമായി നേരത്തെ നടന്ന പോലെ തന്നെ 3 മൊഡ്യൂൾ 5ന്റെ എക്സാം ഒരു ദിവസം, മൊഡ്യൂൾ 6ന് മറ്റൊരു ദിവസം, മൊഡ്യൂൾ 7 വേറൊരു ദിവസം. അങ്ങനെ 3 ദിവസക്കാലങ്ങളായിട്ട് 3 എക്സാമുകൾ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ PGയുടെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോകാം. ഓക്കെ, റൈറ്റ്, ക്ലിയർ. അടുത്തത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്ങിന് കയറാൻ പറ്റുമോ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്ങിന് കയറാൻ പറ്റും. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കയറിയിട്ടുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറണം എന്നുണ്ടെങ്കിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ റിലേഷൻ ഉള്ളവർക്കാണ് എളുപ്പത്തിൽ കയറാനായിട്ട് സാധിക്കുക. അത് തീരുമാനിക്കുന്നത് ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഒരു HMC കമ്മിറ്റി ഉണ്ടാവും, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവും. ഹോസ്പിറ്റലുകൾ മിക്കവാറും ഇപ്പോ ഇന്റേൺഷിപ്പ് എടുക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് മിക്കവാറും നഗരസഭയുടെ കീഴിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലോ ഒക്കെ ആയിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോൾ അവർക്ക് കീഴിലുള്ള അവിടെ ഭരണം, അവിടെ ഭരിക്കുന്ന ആൾക്കാരും പ്രതിപക്ഷ പാർട്ടി ഉൾപ്പെടുത്തായിരിക്കും അതിന്റെ HMC കമ്മിറ്റി. അവരുടെയൊക്കെ റെക്കമെൻഡേഷനാണ് പൊതുവെ കയറാറുള്ളത്. അല്ലാതെയും കയറുന്ന ആളുകളുണ്ട്. ഓക്കെ, സർ, ഐ ആം അഭിഷ. കോഴ്സ് സാർ, ഐ ആം അഭിഷ. കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഹോസ്പിറ്റൽ ട്രെയിനിങ് ചെയ്യണോ? വേണ്ട. ഇന്റേൺഷിപ്പ് ഈ കോഴ്സിനോടൊപ്പം നിർബന്ധമുള്ള കാര്യമല്ല. പ്രധാനമായും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇന്റേൺഷിപ്പ് ഈ കോഴ്സിനോടൊപ്പം നിർബന്ധമില്ല.
ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും പറ്റുന്നതാണ്, സർട്ടിഫിക്കറ്റ് വാങ്ങാനും പറ്റുന്നതാണ്. എന്നാൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് ഉചിതം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ തിയറിയാണ് പഠിക്കുന്നത്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയിട്ടില്ല. ഇന്റേൺഷിപ്പ് എടുക്കുന്നത് കൊണ്ട് 3 ഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം, നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നു. രണ്ടാമത്തെ ഗുണം, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അതോടുകൂടി നിങ്ങൾ പിന്നെ ഫ്രഷർ അല്ലാതായി മാറുന്നു. മൂന്നാമത്തെ ഗുണം, നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്ന ഹോസ്പിറ്റലിനകത്ത് നിങ്ങളുടെ വർക്ക് സ്റ്റൈൽ, നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി ഇതൊക്കെ കണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടാൽ പ്ലേസ്മെന്റ് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള അനുഭവം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൈഡ് മീൻസ് ടെക്സ്റ്റ് ബുക്ക് ആണോ? ഗൈഡ് മീൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ല. ഗൈഡ് പ്രത്യേകമായുണ്ട്. ആ ഗൈഡ് പഠിച്ചാൽ ആ ഗൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ മെയിൻ എക്സാമിന് വരികയുള്ളൂ. 550 രൂപയാണ് ഗൈഡിന്റെ വില. ഗൈഡ് വേണം എന്നുള്ളവർ ഒന്നെങ്കിൽ എന്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടക്കുന്ന പേയ്മെന്റ് ടീമിന് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ അവർ ഗൈഡിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി തരുന്നതാണ്. സർ, ഐ ആം ശോഭ, എനിക്ക് കുറെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടാല് നാളത്തെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും കേട്ടോ. അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു, അത് കാരണം ടെൻഷനാണ്. ഡോണ്ട് വറി ശോഭ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാട്ടോ, അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അത് കാരണം ടെൻഷനാണ്. ശോഭ ഏറ്റവും ശാന്തമായിരിക്കുന്ന സമയത്താണോ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക, അതോ ടെൻഷൻ എടുക്കുന്ന സമയത്താണ്? നിശ്ചയമായും നമ്മൾ ശാന്തമായിരിക്കുന്ന സമയത്താണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുക. അപ്പോ അമ്മ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എത്രത്തോളം ശാന്തരാണോ അതിനേക്കാളും ആകാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അത്, പക്ഷെ ഇത് പ്രാക്ടീസിലൂടെ മാറ്റേണ്ട കാര്യമാണ്. ടെൻഷൻ എന്നുള്ള വാക്ക്, ഭയം എന്നുള്ള വാക്ക്, മിനിമം മാർക്ക് എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞു. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തിനെ നേരിടാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി കുറഞ്ഞു എന്നാണ് അർത്ഥം. ഈ ക്ലാസ്സിലുള്ള സുന്ദരിമാർക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ആദ്യത്തെ കുറിപ്പ് ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, വാശി പിടിക്കാതിരിക്കുക. നിങ്ങളുടെ കൺതടങ്ങളിൽ കറുപ്പ് വരുമല്ലോ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക്. ഫെയർ ആൻഡ് ലവ്ലി പരത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? സൺസ്ക്രീൻ ലോഷൻ പറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? സൺസ്ക്രീൻ ലോഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് സൂര്യകിരണങ്ങളിലെ അൾട്രാവയലറ്റ് രശ്മികളെ മാത്രമാണ്, നിങ്ങളുടെ ഇന്നർ തോട്ട്സിനെയല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്ന ഹോർമോണുകളെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ, വാശി പിടിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ നോഡഡ്രിനാലിൻ നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സെറാട്ടോൺ അപ്പം നിൽക്കും. മനസ്സിലായി? വേണ്ടാത്ത കുറെ ഹോർമോണുകൾ അടിച്ചു കയറും, നിങ്ങളുടെ കപ്പാസിറ്റി കുറയും. എന്തിനപ്പോ ടെൻഷൻ അടിക്കാതെ ധീരതയോടെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക. ധീരതയോടെ നേരിട്ടവരാണ് ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളത്. ഈ ലോകത്തിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമുണ്ട്. അത് ആദ്യമായി പറഞ്ഞത് ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഫിറ്റസ്റ്റ് ഓഫ് ദ സർവൈവൽ, കരുത്തുള്ളതിന്റെ അതിജീവനം. കരുത്തുള്ളത് അതിജീവിക്കും, കരുത്തില്ലാത്തതൊക്കെ പോകും. ഈ ലോകത്ത് നമ്മളായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആളുള്ളൂ, അത് നമ്മൾ മാത്രമാണ്. ഓക്കെ, ചങ്കേ കരളയെ പൊന്നിയെന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ചേട്ടനോ ചേച്ചിയോ അച്ഛനോ അമ്മയോ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള പ്രാക്ടീസിലേക്ക് നമ്മൾ മാറും കേട്ടോ. അപ്പോ നോട്ട് ബി ടെൻസ്ഡ്. ഓക്കെ, ശോഭ അരുൺ. അടുത്തത് പിന്നെ അശ്വതി വിശാൽ. സാർ, ഇടയ്ക്ക് നെറ്റ് കട്ടായാൽ അറ്റൻഡ് ചെയ്ത എക്സാം വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെറ്റ് കട്ടാകാത്ത സ്ഥലത്ത് ജാഗ്രതയോടെ ഇരിക്കണം ആ ദിവസം കേട്ടോ.
ഗായത്രി ആശിഷിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ട്രെയിനിങ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകും. വയസ്സ് പറയാം. ഇന്റേൺഷിപ്പ് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം ഈ കോഴ്സ് തീരുന്ന മുറക്ക് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഇന്റേൺഷിപ്പ് വിവരങ്ങൾ ഓരോ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ്. ഇന്റേൺഷിപ്പിന് ഇപ്പോൾ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് രീതികൾ നിലനിൽക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് രീതികൾ നിലനിൽക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ഫ്രണ്ട്സ് സിനിമയില് ജഗതി, മുകേഷ്, ശ്രീനിവാസൻ, ജയറാം എന്നിവരെ കൊണ്ട് പെയിന്റിങ് പണിക്ക് പോകൂലേ? പെയിന്റിങ് പണിക്ക് പോകുമ്പോൾ 5ന്റെ പൈസ ഇവർക്ക് കൊടുക്കൂല. താമസിക്കാൻ സ്ഥലം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഇത് മാത്രമാണ് ജഗതി കൊടുക്കുന്നത്. ചില ഹോസ്പിറ്റലുകാര് ഇത് മാത്രമാണ് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തൊരു കണ്ണി ചോരയില്ലാത്ത ദുഷ്ടന്മാരാണ് ഇവര്. നമ്മുടെ കയ്യിലെ ബസ് കാശ് മുടക്കി പണിയെടുത്ത് അവിടെ ചെന്ന് പട്ടികയെ പോലെ പണിയെടുക്കുകയാണ്. രാവിലെ 8 മണി ഒഴുകിയിട്ട് വൈകുന്നേരം 6 മണി വരെ ആ ഹോസ്പിറ്റലിൽ വേണ്ടി പണിയെടുത്തിട്ട് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തരുന്നത്. വൈകുന്നേരം ഒരു ചായയും ഒരു പരിപ്പോടെങ്കിൽ ഇത് മാത്രമാണ് തരുന്നത്. ഇന്റേൺഷിപ്പ് സമയത്ത് അവർക്ക് കുറച്ച് സ്റ്റൈഫൻഡ് തന്നുകൂടെ, ബസ് കാശെങ്കിലും തന്നുകൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കും. ബസ് കാശ് തരുന്ന ആളുകളുണ്ട്, ചെറിയ സ്റ്റൈഫൻഡ് തരുന്ന ഒരു കൂട്ടരുണ്ട്. അവര് വളരെ നാമമാത്രമായിരിക്കും. മറ്റൊരു കൂട്ടര് നിങ്ങൾക്ക് അകലേക്കുള്ളവരാണെങ്കിൽ താമസിക്കാൻ സ്ഥലം തരും, ഭക്ഷണം തരും. മറ്റൊരു കൂട്ടരുണ്ട്, നിങ്ങൾ വന്നോ, താമസിക്കാൻ സ്ഥലം തരൂല, ഭക്ഷണം തരൂല, പൈസ അങ്ങോട്ടേക്ക് തരൂല, ഒന്നും തരൂല. നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്തോ, അത് ജഗതിനെ പോലെ കൂടാണ്. ഹോസ്പിറ്റലിൽ 2 മാസം പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയാക്കിയാണ് ഭയങ്കര ഹാപ്പിയാ. 10 പേര് ഇന്റേൺഷിപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ 2 മാസം പണിയെടുത്തെന്ന് വിചാരിക്കുക. 2 മാസം എന്ന് വെച്ചാൽ 60 ദിവസം. 60 ദിവസം പണിയെടുക്കാൻ വേണ്ടി 10 പേര് വന്നാൽ 600 ലേബറാണ് ഹോസ്പിറ്റലിന് ലാഭം. മനസ്സിലായി? അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ജഗതിയെ പോലെയാണ്. പക്ഷെ ഇപ്പോ പുതിയൊരു പ്രവണത കൂടി കണ്ടുവരുന്നുണ്ട്. അതുകൂടി ഞാൻ ഷെയർ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ, ഈ മേഖലയിലുള്ള അനന്തമായ സാധ്യതകൾ കണ്ട് 100 കണക്കിന് 1000 വിദ്യാർത്ഥികളാണ് ഓരോ ദിവസവും ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകാർ ഇതിന് മറ്റൊരു ബിസിനസ് സാധ്യത കണ്ടെത്തി. ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ചില ഹോസ്പിറ്റലുകാർ 500 രൂപയും 1000 രൂപയും ഇന്റേൺഷിപ്പ് തരാൻ വേണ്ടി ഹോസ്പിറ്റലുകാർ മേടിക്കും. അങ്ങോട്ടേക്ക് മേടിക്കുന്നു. അങ്ങനെയും ഇന്റേൺഷിപ്പ് കൊടുക്കുന്നവർ. അപ്പൊ ഇന്റേൺഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. റൈറ്റ്. ഫാറൂസ് ഫഹദ്, +2 കഴിഞ്ഞവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. +2 കഴിഞ്ഞവർക്ക് ഡിപ്ലോമ കോഴ്സ്. സോ +2 കഴിഞ്ഞവർക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അടിസ്ഥാന യോഗ്യത +2 ആണ്. ഡിപ്ലോമ കോഴ്സ് എടുത്തവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റുമോ? പറ്റും. യെസ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറുക മീൻസ് നിങ്ങൾ ഇന്റേൺഷിപ്പിന് കയറുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ഇന്റേൺഷിപ്പിൽ കയറാൻ പറ്റും. അവിടുത്തെ ജോലിയുടെ നിയമനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ HMC കമ്മിറ്റിയാണ് നിശ്ചയിക്കുന്നത്. അതെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും. ഓർത്ത് വെച്ചോളുക, പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ഓർമ്മയിൽ വെച്ചേക്കുക കേട്ടോ. എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ താൽക്കാലികമായ ജോലി വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു മുൻഗണന തരും, ഒരു പ്രയോറിറ്റി തരും അവിടെ കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വേണം പറഞ്ഞത് കേട്ടോ. ഹർഷ TV, PG ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ എന്താണ് PG ഡിപ്ലോമ കോഴ്സ് ചെയ്യണമെന്നുണ്ടോ? ഡിപ്ലോമ കോഴ്സിന്റെ വാല്യൂ ഉണ്ടാവില്ലേ? ഡിപ്ലോമ കോഴ്സിന് വാല്യൂ ഉണ്ട്. ഡിപ്ലോമ കോഴ്സാണ് ഭൂരിഭാഗം ആളുകളും പഠിക്കുന്നത്. PG വളരെ കുറച്ച് പേരല്ലേ പഠിക്കുന്നത്. നിങ്ങളുടെ ബാച്ചിൽ തന്നെ എടുത്തു നോക്കിയാൽ ഡിപ്ലോമക്കാരായിരിക്കും പോകുന്നത്. ഓക്കെ, ഡിപ്ലോമ കോഴ്സിന് നല്ല സാധ്യതകളുണ്ട് കേട്ടോ. ഇന്റേൺഷിപ്പ് അക്കാദമി തരുമോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനെ കുറിച്ച്. PG കോഴ്സ് ചെയ്യുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് കിട്ടുമോ? നല്ല ചോദ്യം.
PG ചെയ്യുന്നവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രത്യേകം ലഭിക്കുകയില്ല. PG ചെയ്യുന്നവർക്ക് കിട്ടുന്നത് PGയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതിനുവേണ്ടി പ്രത്യേകമായി പൈസ തരേണ്ടതില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് അവരുടേതായിട്ടുള്ള എന്തൊക്കെയോ കാരണങ്ങളാണ് ഞങ്ങളോട് പറയാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ 2000 രൂപ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തരേണ്ടതായിട്ടുണ്ട്. PG ചെയ്യുന്ന വിദ്യാർത്ഥികള് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് പ്രത്യേകമായി വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2000 രൂപ അടക്കേണ്ടതുണ്ട്. അവരുടെ കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരേ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അത് PGയുടെ സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ ഡിപ്ലോമ കോഴ്സ് ഇറങ്ങിയ സമയം കോഴ്സ് കഴിഞ്ഞിറങ്ങി PGക്കാണ് പഠിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ വരികയാണ്, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം, അല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അന്നേരം നിങ്ങളുടെ കയ്യിൽ പണമടക്കാൻ ഇല്ലെങ്കിൽ പണമടക്കേണ്ടതില്ല അന്നേരം. പക്ഷേ PGയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നേരത്ത് 2000 രൂപ അടക്കേണ്ടി വരും. ഒരു കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരേ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് എക്സ്ട്രാ 2000 രൂപ അധികമായി വാങ്ങുന്ന സർട്ടിഫിക്കറ്റിന് അടക്കേണ്ടി വരുന്നത്. ക്ലിയർ? എത്ര മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും ഈ കോഴ്സിൽ? സാധാരണഗതിയിൽ 2 മാസം മുതൽ 3 മാസം വരെയാണ്. ഓക്കെ, ഫീസ് മേടിക്കും. 5000 രൂപയൊക്കെ വാങ്ങുന്ന ചില പരമകർത്തന്മാരും ഉണ്ട്. അത് ഓരോ ഹോസ്പിറ്റലുകളുടെയും മാനേജ്മെന്റ് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോ ഇന്റേൺഷിപ്പ് കൊടുക്കൽ ബിസിനസ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പേഷ്യൻസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള സ്ഥാപനങ്ങൾ എനിക്കറിയാം, അങ്ങനത്തെ ചില ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇന്റേൺഷിപ്പ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് 5000 രൂപയൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ 500 രൂപക്കും 1000 രൂപക്കും ഒരുപാട് ഹോസ്പിറ്റലുകാരുണ്ട് കേട്ടോ. 5000 രൂപയിലൊന്നും പോയി ചാടേണ്ടതില്ല. ഡിപ്ലോമ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഇനി PG കോഴ്സ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഈ ഡിപ്ലോമ കോഴ്സ് കഴിയുന്ന സമയത്ത് പറഞ്ഞാലും മതി. ഡിപ്ലോമ കോഴ്സ് കഴിയുന്നതിന് തൊട്ട് മുമ്പായി പറഞ്ഞാൽ മതി, PGയിലോട്ട് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും. സാർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം എന്ന് എപ്പോൾ ഇൻഫോം ചെയ്യണം? ഡിപ്ലോമയുടെ എക്സാമിന്റെ സമയത്ത് ഇൻഫോം ചെയ്താൽ മതിയാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതുണ്ടോ? സംശയങ്ങളുടെ കുന്തമുനകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞു, അത് empty ആയി. ഞാൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചപ്പോഴേ ഈ പെരുമഴ പെയ്യുന്ന പോലെ സംശയങ്ങൾ വരുന്ന വിചാരിച്ചത്. പക്ഷെ ഇതൊരു ചാറ്റൽ മഴയിൽ പെയ്ത് ഒടുങ്ങിയല്ല. ഇനി ഉണ്ടോ സംശയങ്ങൾ? ഉണ്ടോ? വിദ്യ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോസ്റ്റ് 1600 1700 ആണ്. അത് എത്രയാണെന്ന് നിങ്ങളുടെ ബാച്ചിൽ ഇതൊന്ന് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ. എന്റെ ഓർമ്മയിൽ ഇപ്പോ പെട്ടെന്നില്ല. സാധാരണഗതിയിൽ ഓരോ കോഴ്സിന് അനുസരിച്ച് അപ്ഡേഷൻ വരുന്നത് 1600 മുതൽ 1800 രൂപ വരെയാണ്. അത് എത്രയാണെന്ന് നോക്കിയിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീലക്ഷ്മി സാർ, ഇന്റേൺഷിപ്പ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണോ ചെയ്യാൻ പറ്റുക? അത് ഇന്റേൺഷിപ്പിൽ വരുന്ന വേക്കൻസീസ് അനുസരിച്ചിട്ടാണല്ലോ. അതൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എല്ലാ ജില്ലകളിലും ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. നമ്മൾ ആ സമയത്ത് എല്ലാ മാസവും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. രാഖി ജെറി, മെയിൻ എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടാകുമോ? പിന്നെ ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. നിങ്ങളെ ജയിപ്പിക്കാനല്ലേ നമ്മൾ എക്സാം നടത്തുന്നത്. ഓപ്ഷൻ ഉണ്ട്, ധൈര്യമായിരിക്കും. നിങ്ങൾ എക്സാമിനെ കുറിച്ച് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാണ്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ തന്നെ. ഓപ്ഷൻ ഉണ്ട്, ABCD. ഓപ്ഷൻ കൂടെ ഗുണമെന്ന് അറിയോ? കറക്കി കുത്താലോ, അതാണ് ചോദ്യം. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല കേട്ടോ മെയിൻ എക്സാമിന്. നെഗറ്റീവ് മാർക്ക് മൊഡ്യൂൾ എക്സാമിനും ഇല്ല, നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ല. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കറക്കി കുത്താം. 50 മാർക്കിന്റെ പഠിച്ചിട്ട് ബാക്കി 50 മാർക്കിന്റെ കറക്കി കുത്താതെ ഞാൻ പറയുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്തത് രോഹിണി, സർട്ടിഫിക്കറ്റ് മാർക്ക് വരുമോ? സർട്ടിഫിക്കറ്റിൽ മാർക്ക് വരില്ല. സർട്ടിഫിക്കറ്റിനോടൊപ്പം മാർക്ക് ലിസ്റ്റ് പ്രത്യേകമായാണ് തരുന്നത് കേട്ടോ. റൈറ്റ്, മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് സ്മാർട്ട് ഫ്രീ ആണ്. സർട്ടിഫിക്കറ്റ് തരുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ. ഹർഷ, ഇന്റേൺഷിപ്പ് എത്ര മന്ത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹർഷ. 2 മാസം മുതൽ 3 മാസം വരെ ചെയ്യുക. ഡിപ്ലോമയ്ക്കും PGക്കും കൂടി ഒരു ഗൈഡാണോ? അല്ല, ഡിപ്ലോമയുടെ ഗൈഡ് 550 രൂപ വേറെ, PGയുടെ ഗൈഡ് 550 രൂപ വേറെ. രണ്ടും 2 ഗൈഡാണ്.
ഗായത്രി ആശിഷ്. ഓക്കെ സർ. വിസ്മയ. മൊഡ്യൂൾ എക്സാമിന്റെ റിസൾട്ട് എപ്പോ അറിയാൻ പറ്റും? ഏകദേശം എക്സാം നടന്ന് ഒരാഴ്ചക്കുള്ളിൽ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾ ചായ കുടിക്കാൻ പോകാറായോ? 3:15. അപർണ ഉണ്ണികൃഷ്ണൻ. അബ്രോഡ് ജോബ് വേക്കൻസീസ് സ്വയമാണോ കണ്ടുപിടിക്കേണ്ടത്? അബ്രോഡ് ജോബ് വേക്കൻസീസ് അപൂർവമായി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്നത് നമ്മൾ ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സ്വയമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മുടെ പ്ലേസ്മെന്റ് ചെയ്യുന്നില്ല കേട്ടോ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ശരി, 13 മിനിറ്റുകൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. 13 മിനിറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ചോദിച്ച പ്ലേസ്മെന്റിനെ കുറിച്ച് ഞാൻ കമ എന്നൊരു അക്ഷരം എഴുതിയില്ല അല്ലേ? അപ്പോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഏതാണ്? കമ. ഏത്? പ്ലേസ്മെന്റ്. റൈറ്റ്, തുടങ്ങാം. നിങ്ങള് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ടിവിയിൽ കുറെ സ്ഥാപനങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുടെ പരസ്യം കണ്ടിട്ടുണ്ടാകുമല്ലോ. 24 തുറന്നാല് അതിലും പരസ്യം, റിപ്പോർട്ടർ തുറന്നാല് അതിലും പരസ്യം, എന്തിന് കൈരളിയിലും ജയ്ഹിന്ദിലും വരെ പരസ്യം. മനസ്സിലായി? എല്ലാത്തിലും പരസ്യത്തോട് പരസ്യം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ആഹാ, എന്ത് സുന്ദരമായ കിനാശേരിയാണ്, എന്ത് സുന്ദരമായ കാര്യമാണ്. പഠിച്ചിറങ്ങിയാല് ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ഈ വാക്കുകൾ കേൾക്കാതെ ആരെങ്കിലും ഉണ്ടാകും എന്ന്? അയ്യോ, ഞാനൊരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊരു സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. കുറച്ച് സ്ഥാപനങ്ങൾ അങ്ങനെ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് കേൾക്കണേ. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തോന്നൽ എന്താ? ഒന്ന് കേൾക്കട്ടെ. കമോൺ. ഇൻസ്റ്റൽ കാർഡ് വരാറുണ്ട്. കമോൺ പറയും. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോ ആരെങ്കിലും ഒരാള് വാമൊഴിയായി ഒന്ന് പറഞ്ഞ് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞ് കമോണ്ടാ. ആരുമില്ലേ? ആരുമില്ല. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? ഒന്നും തോന്നാറില്ലേ? ഇത് ഒന്നും തോന്നാതെ വളരെ നിസ്സംഗമായിട്ടായിരിക്കും. പോട്ടെ, വന്നു. പ്ലേസ്മെന്റ് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇന്റർവ്യൂ പെർഫോമൻസ് കൂടി നോക്കിയിട്ടല്ലേ? ശ്രീലക്ഷ്മി ചോദിച്ചാൽ ചോദ്യം. പ്ലേസ്മെന്റ് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇന്റർവ്യൂ പെർഫോമൻസ് കൂടി നോക്കിയിട്ടല്ലേ? ഞാൻ പറയാട്ടോ ശ്രീലക്ഷ്മി. പെട്ടെന്ന് ജോബ് കിട്ടി ജീവിതം രക്ഷപ്പെട്ടു എന്നാണ്. യെസ്, അതാണ്. കിട്ടില്ല എന്ന് ഉറപ്പാണ് സാറാണ്. ഇതൊക്കെ സത്യമാണോ? ജോബ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുമെന്ന്. യെസ്, അതാണ് തോന്നുക. ഒരു വിദ്യാർത്ഥി ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വിളിക്കുന്നു. അതേസമയം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പരസ്യമുള്ള പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടും വിളിക്കുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുന്ന വിദ്യാർത്ഥിയോട് അവർ പറയുന്നു, നമ്മുടെ കോഴ്സിന് 6 മാസമാണ്, സിലബസിന്റെ പോലെ കാര്യങ്ങളുണ്ട്, ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെയാണ് ക്ലാസ്, ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്, ലൈവ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗാണ്. ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫിഷ് ഫ്രൈ വാങ്ങൂലേ? ഫിഷ് ഫ്രൈ വാങ്ങുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറുനാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം മനോഹരമായി മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതാണ് ഈ ഫിഷ് ഫ്രൈയുടെ മനോഹാരിത കൂട്ടുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ ഈ ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ചെറിപ്പഴം വെറുതെ വെച്ചിട്ടുണ്ടാവും. ലഡുവില് മുന്തിരി എന്ന പോലെ, ഐസ്ക്രീമിൽ ചെറിപ്പഴം എന്ന പോലെ, ഫിഷ് ഫ്രൈയിൽ ക്യാപ്സിക്കവും ലെമണും എന്ന പോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കഴിയുന്ന ഒരു സാധനം ഇടും. അതാണ് ഈ 100% പ്ലേസ്മെന്റ്. ഇത് കേൾക്കുമ്പോൾ, ഇത് കേട്ട വിദ്യാർത്ഥിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്താ, ഈ കോഴ്സ് 80,000 രൂപ കൊടുത്ത് പഠിച്ചാൽ എന്താ, ജോലി ഉറപ്പല്ലേ എന്നാണ് അവർ ധരിക്കുന്നത്, എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. സ്മാർട്ട് ഫ്രീ പഠിച്ചാലോ?
സ്മാർട്ട് സിയിലെ PROമാര് പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒന്ന് പറഞ്ഞേ. കമോൺ കമോൺ. ഹലോ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോഴേ 100% പ്ലേസ്മെന്റ് എന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് മേടിച്ചു തരുമെന്ന് നിങ്ങൾക്ക് തോന്നി? ജീവിതം രക്ഷപ്പെട്ടെന്ന് തോന്നി? പ്ലേസ്മെന്റിന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നി? യെസ്, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തരുമെന്ന് തോന്നി അല്ലേ? അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. ഞാന് നിങ്ങളുടെ മുന്നിൽ 2 പേരെ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തേത് എന്റെ വീടിനടുത്തുള്ള ശങ്കരൻ ചേട്ടനെ, രണ്ടാമത്തേത് അതിന് തൊട്ടപ്പുറത്തുള്ള മേരി ചേച്ചിയെ. 2 പേരും പച്ചക്കറിക്കടക്കാരാണ്. ശങ്കരൻ ചേട്ടന്റെ കടയിൽ നിന്ന് 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ശങ്കരൻ ചേട്ടന്റെ കടയിൽ നിന്ന് 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ ആണ്. 1 കിലോ ബീറ്റ്റൂട്ടിന് 100 രൂപ, ക്യാരറ്റ് ഫ്രീ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ വമ്പിച്ച ഓഫർ. 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ. ബീറ്റ്റൂട്ടിന് 100 രൂപ, 1 കിലോന് 100 രൂപ. കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് മേരി ചേച്ചിയുടെ കട. മേരി ചേച്ചിയുടെ കടയിൽ നിന്ന് 1 കിലോ ബീറ്റ്റൂട്ട് വാങ്ങിയാൽ 50 രൂപ, 1 കിലോ ക്യാരറ്റ് വാങ്ങിയാൽ അതിനും 50 രൂപ, രണ്ടിനും കൂടി 100 രൂപ. 2 കാര്യവും പറയുമ്പോൾ ഒന്നാണോ? കമോൺ, പറയുമ്പോൾ ഒന്നാണോ? പറയുമ്പോൾ ഒന്നാണോ? അല്ല. ശങ്കരൻ ചേട്ടൻ പറഞ്ഞത് 1 കിലോ ബീറ്റ്റൂട്ട് മേടിക്കുന്നു, 1 കിലോ ക്യാരറ്റ് ഫ്രീ. കൊള്ളാലോ, ബീറ്റ്റൂട്ട് മേടിച്ചാൽ ക്യാരറ്റ് ഫ്രീ. മേരി ചേച്ചി പറയുന്നു 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 50 രൂപ, 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 50 രൂപ. മേരി ചേച്ചിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോരായ്മയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് പെട്ടെന്ന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക. ശങ്കരൻ ചേട്ടന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ പെട്ടെന്ന് ആളുകൾ സ്വീകരിക്കും. ഓക്കെ, അപ്പോ പക്ഷെ രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ആസ് ബൈ റിസൾട്ട് രണ്ടും സെയിം ആണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, ഓഫർ കേട്ടാൽ മതി. അതെ, ഓഫർ കേൾക്കുമ്പോൾ തന്നെ ഹാപ്പിയാകും നമ്മൾ. ഉള്ളിൽ നിന്ന് ഒരു അമൃതവർഷത്തിന്റെ ഇടയ്ക്ക് വരും. ഫ്രീ ആയിട്ട് കിട്ടിയാലേ എന്ന് തോന്നുന്നു നമുക്ക്. അന്നാ പിന്നെ അത് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഈ പിള്ളേര് മുഴുവൻ മറ്റേ കിൻഡർ ജോയ് മേടിക്കുന്ന എന്താണ്? 5 രൂപയുടെ ആ സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പ് ഞാനാണ്. അല്ല, അതിനകത്ത് പൊതിഞ്ഞു വെച്ചിട്ടുള്ള ടോയ് കിട്ടാനാണ്. ഹാപ്പിയാണെന്ന്, ഹാപ്പി. ഓക്കെ, അതുപോലെ 100% പ്ലേസ്മെന്റ് കേൾക്കുമ്പോൾ നമുക്ക് ഹാപ്പി തോന്നുമെങ്കിലും അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന, ഞാൻ പേര് പറയുന്നില്ല, ഏത് ആളാണെങ്കിലും അവര് നടത്തുന്ന തെറ്റായ, ഫ്രോഡുലന്റ് ആയ, വഞ്ചനാപരമായ ഓഫറാണ്. ഞാൻ വിശദീകരിക്കാം. ശാന്തിരാജ്, ഞാൻ കാണുന്ന ഒരു പേര്. ശാന്തിരാജ് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടോട് വിളിക്കുകയാണ്. ശാന്തിരാജ് അങ്ങോട്ടേക്ക് വിളിച്ച് ആദ്യമായിട്ട് വിളിക്കുകയാണ്. ജീവിതത്തിൽ ശാന്തിരാജിനെ അവര് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. ശാന്തിരാജിന്റെ വീട് എവിടെയെന്ന് അറിയില്ല, എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. വിളിച്ച് കോഴ്സ് ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ അവസാനത്തെ ഡയലോഗ് ലഡുവിൽ മുന്ത്രി എന്ന പോലെ പറയുകയാണ്. 80,000 രൂപയാണ് കോഴ്സിന്റെ ഫീസ് എങ്കിലും ഇപ്പോൾ ഓഫർ ഉണ്ട്. 6,000 രൂപ ഇത് അടച്ച് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ്. ശാന്തിരാജ് ഹാപ്പിയായി. കൊണ്ടുവന്ന് പൈസ അടച്ചു എന്ന്. ശാന്തിരാജിനെ കുറിച്ച് അറിയില്ല അവർക്ക്. ശാന്തിരാജിന്റെ പെർഫോമൻസ് ലെവൽ അറിയില്ല, അക്കാദമിക് മികവ് എന്താണെന്ന് അറിയില്ല, IQ ലെവൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളോട് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 100% പ്ലേസ്മെന്റ് എന്ന് തെറ്റായ വഞ്ചനാപരമായ ഒരു ഓഫറുകൾ കാണും. ഞങ്ങൾ അങ്ങനെ ഒരു വഞ്ചനാപരമായ, തെറ്റായ, തെറ്റിദ്ധരിപ്പിക്കുന്ന ഓഫർ വെക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 100% പ്ലേസ്മെന്റ് പറഞ്ഞ ആ സ്ഥാപനം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഇവിടുത്തെ ഹോസ്പിറ്റലുകളോട് അവരുടെ പ്ലേസ്മെന്റ്സിൽ ഇരുന്ന് വിളിച്ചിട്ട് ഇന്റർവ്യൂവിന്റെ ഒഴിവുകളെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കും. ഇന്റർവ്യൂ എന്നാണെന്ന് എടുക്കും. ആ ഇന്റർവ്യൂവിന്റെ വിവരം നിങ്ങൾക്ക് കൈമാറും. നിങ്ങൾ CV അയച്ചോ, ഇത്രാം തീയതി ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിൽ പോയി പങ്കെടുക്കണം എന്ന് പറയും. 100% പ്ലേസ്മെന്റ് പറഞ്ഞെങ്കിൽ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞ ഞങ്ങളും ആ കാര്യം തന്നെ ചെയ്യും. എന്തു ചെയ്യും? ഇവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡാറ്റ എടുക്കുന്നു, ഒഴിവെടുക്കുന്നു, ഇന്റർവ്യൂ ഡേറ്റ് എടുക്കുന്നു, ഇന്റർവ്യൂ ഡേറ്റ് നിങ്ങൾ അറിയിക്കും, ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്ന് പറയുന്നു.
ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്റർവ്യൂവിൽ നിങ്ങളുടെ അക്കാദമിക് മികവ് എത്രത്തോളം ഉണ്ട് എന്ന് ആ ഇന്റർവ്യൂ ബോർഡ് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. 100% പ്ലേസ്മെന്റ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് നിങ്ങളോടൊപ്പം തോളിൽ കൈയിട്ട് വരാൻ പറ്റുന്നത് ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ മാത്രമാണ്. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് തനിച്ച് ചെല്ലേണ്ടത് നിങ്ങളാണ്. കസേരയിൽ ചെന്നിരിക്കേണ്ടത് നിങ്ങളാണ്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. അത് തന്നെ ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കാര്യം ചെയ്യണം. ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പെർഫോമൻസ് എന്താണോ, ശ്രീലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പെർഫോമൻസ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാത്ത ആരെങ്കിലും ഒരാളെ, ഔട്ട്പുട്ട് കിട്ടാത്ത ഏതെങ്കിലും ഒരു ജീവനക്കാരുടെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റിലും നിങ്ങളാണെങ്കിലും, നിങ്ങൾക്ക് ഒരു ചായക്കടയുണ്ട്, നിങ്ങളുടെ ചായക്കടയിലെ പ്രധാനപ്പെട്ട പലഹാരം ഉണ്ടപ്പൊരിയാണ്. ഇന്റർവ്യൂ നടത്തി ഉണ്ടപ്പൊരി ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളെ നിങ്ങൾ ജോലിക്കും എടുക്കൂല. അപ്പൊ ഇന്റർവ്യൂവിലെ പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അപ്പൊ അടുത്ത പ്രശ്നമാണ്, ഇതിൽ ഒരുപാട് പേര് ആശങ്കയുള്ള ആളുകളാണ്, അല്ലെ, ടെൻഷനുള്ള ആളുകളാണ്. ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യും സാറേ? സാറേ ഞാൻ പഠിച്ചിരുന്നിട്ട് ഇത്രയും കൊല്ലായി, ഇത്രയും വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ഇന്റർവ്യൂവിൽ പോയിട്ട് ജയിക്കാനായിട്ട് പറ്റുമോ സാറേ? ദയനീയമായി ഇപ്പോഴേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയോ? ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ് നമ്മുടെ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തതായിരുന്നു. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് പ്രത്യേകം ക്ലാസ് ഉണ്ടെന്ന്. ഏത് ഡ്രസ് ഇട്ട് പോകണം, ഇന്റർവ്യൂവിൽ പോകുമ്പോ ചിറാക്കായിട്ട് പോകണം, എന്നാൽ പിന്നെ എന്തെങ്കിലും ഉള്ളത് ഏറ്റവും നല്ല ഡ്രസ്സ് പോകണം. സദാശിവ മഞ്ഞേട്ടൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു തന്ന ഒരു പാർട്ടി വെയർ ഉണ്ടല്ലോ, അത് ഇട്ടിട്ട് പോവാ. അങ്ങനെ ചിന്തിക്കും ചില ആളുകൾ. പാർട്ടി വെയർ ഇട്ടിട്ടല്ല ഇന്റർവ്യൂവിൽ പോകുന്നത്. ഇന്റർവ്യൂവിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ഇന്റർവ്യൂവിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡ് ഇട്ടിട്ട് വേണം ഇന്റർവ്യൂവിൽ പോകാനായിട്ട്. മനസ്സിലായില്ലേ? ഇന്ത്യ ചെന്ന് വാതിലും ചെന്നുകൊണ്ടേ മുട്ടേനെ നമ്മൾ വീട്ടിൽ മുട്ടൂല. എടാ ഒന്ന് തുറന്നേണം, നമ്മുടെ വാല് ടക്കണം വന്ന് അടിച്ചു പൊളിക്കും നമ്മൾ. അതുപോലെയല്ല ഇന്റർവ്യൂ ബോർഡിന്റെ ഡോറിൽ ചെന്നിട്ട് നോക്ക് ചെയ്യേണ്ടത്. വ്യത്യാസമുണ്ട്. നടന്ന് കയറി ചെല്ലുന്നതിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഭയങ്കര പെട്ടപ്പുറം ചിലപ്പോ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ചിലപ്പോ ശാന്ത ലോല വിലോലനായിരിക്കും, എന്തിനും ഇവിടെ തളർന്നൊഴിയായിട്ടായിരിക്കും. ഇന്റർവ്യൂവിൽ പോകേണ്ടത് ആ രീതിക്കല്ലെന്ന്. കസേര ചെന്നിരിക്കുമ്പോൾ ചില ആൾക്കാരെ വെറുതെ ഇരിക്കുമ്പോൾ കാര്യമൊക്കെ കയറ്റി വെക്കും. കൈ ഈ ടെൻഷൻ വരപ്പെടും. ടെൻഷൻ വരുമ്പോ പലരും പല രീതിയിലാണ് അവരുടെ ടെൻഷൻ പുറത്തേക്ക് വരണം. ചില ആൾക്കാരും ചെറിയ മൂളിപ്പാട്ട് പാടും, ചില ആൾക്കാരെ കൈയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തട്ടിക്കൊണ്ടിരിക്കും, ചിലപ്പോ കാലിങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ബോഡി മൊത്തം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പനി പറഞ്ഞ പോലെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചില ആളുകൾ. ടെൻഷൻ വരുമ്പോഴേ അതൊന്നും പാടില്ല. ഇതൊക്കെ പഠിപ്പിച്ചു തരും. ഇന്റർവ്യൂ ബോർഡിൽ എങ്ങനെയാണ് ചെന്നിരിക്കേണ്ടത്, കൈ വെക്കേണ്ടത് എങ്ങനെയാണ്, നോക്കേണ്ടത് എങ്ങനെയാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോ ഇന്റർവ്യൂ ബോർഡിൽ 3 പേര് ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുകയാണല്ല, നമുക്ക് അതിനെങ്കിലും ടെൻഷനുണ്ട്. മനസ്സിലായില്ലേ? പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പണ്ടേ ടെൻഷൻ ഉണ്ട് നമുക്ക്. ഇന്റർവ്യൂ ബോർഡിലെ മുന്നിൽ ചെന്നിരിക്കണം, അപ്പുറത്ത് 3 പേരിരിക്കണം, അവർ ഇങ്ങോട്ടേക്ക് നോക്കിയാണ്. അപ്പൊ അവര് നോക്കുമ്പോ നമ്മളെ കുനിഞ്ഞിരുന്നിട്ടേ അവർക്ക് ഐ കോണ്ടാക്ട് വരാത്ത രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട്, അത് പിന്നെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് എന്നല്ല പറയേണ്ടത് ഇന്റർവ്യൂവിനകത്ത്. അതിന് പ്രസന്റ് ചെയ്യുന്നതിന് സ്റ്റൈൽ ഉണ്ടെന്ന്. നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിന് കാര്യമില്ല, നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിലാണ് കാര്യം. ഇന്റർവ്യൂവിൽ പഠിക്കുന്നതിന് കാര്യമുണ്ട് കേട്ടോ. പഠിക്കുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആവശ്യമുണ്ടത്. പക്ഷെ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ, എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ അതിൽ അവഗാഹം നേടിയിരിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും പരമപ്രധാനമാണ്. അപ്പൊ ഇന്റർവ്യൂവിൽ അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഫയൽ എങ്ങനെ തുറക്കണം, സാറേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കപ്പലണ്ടി മേടിക്കാൻ പോണ പോലെ ചെന്നിട്ടല്ല ഫയൽ എടുത്ത് കൊടുക്കേണ്ടത്. അതിനൊക്കെ ഒരു ഋതമുണ്ട്. ആ ഋതം എങ്ങനെയാണെന്ന് ഇന്റർവ്യൂ ഗ്രൂപ്പിംഗ് സെഷനിൽ നിങ്ങളെ പഠിപ്പിച്ചു തരും.
ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പോ ഇതാണ് എനിക്ക് പിന്നെ സംശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? കമോൺ, ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? ഒരു സംശയവുമില്ല. സംശയം ഉണ്ടോ? ഇല്ല. അവസാനിപ്പിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയെങ്കിൽ അവസാനിപ്പിക്കാമോ? എന്തെങ്കിലും ഒന്ന് മറുപടി പറയുള്ളൂ. തമ്പു വരുന്നുണ്ട്. അപ്പോ പ്രിയമുള്ളവരെ, എന്തായാലും വളരെ കുറച്ച് സമയമാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനായിട്ട് സാധിച്ചു. സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് എന്റെ അറിവിന്റെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഫോൺ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ നമ്പർ? എന്റെ നമ്പർ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്? ഇല്ല, തന്നിട്ടില്ല. ഓക്കെ, റൈറ്റ്. നമ്പർ തരാം, ഒന്ന് കേട്ടോട്ടോ. നമ്പർ ഓക്കെ, ഫോൺ നമ്പർ തവരാണ്, പിടിച്ചോ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു ഒരിക്കൽ. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, കറുത്ത് നല്ല ആരോഗ്യദൃഢഗാത്രനായ തൂവെള്ളി മുടിയുള്ള ഒരു മുത്തച്ഛൻ. ആ മുത്തച്ഛന് ഒരു പേരമകളുണ്ട്. ആ മുത്തച്ഛന് സുന്ദരിയായ ഒരു പേരമകളുണ്ട്. ആ മകൾക്ക് 35 വയസ്സ്. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 35 വയസ്സുള്ള ഒരു പേരമകൾ. അവർ തമ്മിൽ വലിയൊരു മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ മുത്തച്ഛൻ ഒന്നാമതെത്തി, പേരമകൾ രണ്ടാമതുമെത്തി. മത്സരം ഇതായിരുന്നു: സന്ധ്യയാകുമ്പോൾ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന മഞ്ഞക്കളറുള്ള, പച്ചക്കളറുള്ള, നീലക്കളറുള്ള, സ്വർണ്ണ നിറമുള്ള നക്ഷത്രങ്ങളെ എണ്ണിയെടുക്കുക എന്നുള്ളതായിരുന്നു. നീലക്കളറ് നക്ഷത്രം ഉണ്ടാകും, എന്തെങ്കിലും ആവട്ടെ, നക്ഷത്രങ്ങൾ എണ്ണിയെടുക്കുക എന്നുള്ളതായിരുന്നു. മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. 700 നക്ഷത്രങ്ങളെ എണ്ണി. നമ്മുടെ പേരക്കുട്ടി 300 നക്ഷത്രങ്ങളെ എണ്ണി. ഓക്കെ, അപ്പോ ഞാനിപ്പോ പറഞ്ഞ നമ്പറുകൾ അതേ ക്രമത്തിൽ നിങ്ങൾക്ക് ഒന്ന് ഓർക്കാനായിട്ട് പറ്റുമോ? ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്തിടാമോ? 92 വയസ്സുള്ള മുത്തച്ഛൻ, 35 വയസ്സുള്ള പേരമകൾ, 700 നക്ഷത്രങ്ങളെ മുത്തച്ഛൻ എണ്ണി, 300 നക്ഷത്രങ്ങളെ പേരമകൾ എണ്ണി. യെസ്, ശ്രീലക്ഷ്മി ഇട്ടിട്ടുണ്ട്, രേഷ്മി ഇട്ടിട്ടുണ്ട്, ഹർഷി ഇട്ടിട്ടുണ്ട്, കൂടെ ഞാനും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ ഫോൺ നമ്പർ. ഓക്കെ, ഇറ്റ്സ് മൈ ബിസിനസ് നമ്പർ. അതില് രാത്രി ഒരു 11 മണി വരെയും അവൈലബിൾ ആയിരിക്കും. ഞാൻ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്തെടുത്തില്ലെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, നിശ്ചയമായും നിങ്ങൾ തിരിച്ചു വിളിക്കും. അതല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. ഇനി അന്ന് ആ മെസ്സേജ് കണ്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് നിശ്ചയമായും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. എന്റെ നെയിം ജയദേവ് എന്നാണ് പേര്. അപ്പോ എന്തായാലും ഒരു സായാഹ്നത്തിനെ സാക്ഷിയാക്കി ഒരുപാട് സംശയങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമ്മുടെ സൗഹൃദം പങ്കുവെച്ചു. എന്തായാലും സ്മാർട്ട് സിയിൽ ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് എനിക്ക് അവസരം തന്നിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഓക്കെ, ടാറ്റാ, ബൈ ബൈ.